ഹായ് മക്കളെ, ഏക്കെയാണ് ഒരു വെടിക്കെട്ട് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങളിപ്പോ ഒന്നാം ചാപ്റ്ററിലെ ചോദ്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും ഒരു ചോദ്യം വന്ന് പെട്ടിട്ടുണ്ടായിരിക്കുക. നിങ്ങൾക്ക് സാധാരണയായിട്ട് പ്രതിരോധങ്ങളുടെ റെസിസ്റ്റൻസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ രണ്ടെണ്ണം തരിക. 2 ഓമും 3 ഓമും പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എഫക്റ്റീവ് സഫല പ്രതിരോധം കാണാൻ വേണ്ടി ചോദിച്ചു. സിമ്പിളാ ചെയ്യാൻ, വളരെ സിമ്പിളാ. അതേ സമയത്ത് ഇതേപോലെ ഒരു ചോദ്യം വന്നു. എന്താ ചോദ്യം? ക്ലാസ്സിൽ 4 ഓം 5 ഓം 8 ഓം എന്നീ പ്രതിരോധങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവ മൂന്നും ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പ്രതിരോധം. ഓക്കെ, ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കിയേ. 4, 5, 8 ഗിവൺ ചെയ്തിട്ടുണ്ട്. ലീസ്റ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. മക്കളെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണണം? അത് ഏതാണെന്നറിയാവോ? സമാന്തരം അല്ലെങ്കിൽ പാരലലാണ്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? 1/r ഈസ് ഈക്വൽ ടു 1/r ഈസ് ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3 ഉപയോഗിക്കേണ്ടത്. ഇവിടെ R1 4 ഓമാണ്, R2 5 ഓമാണ്, R3 8 ഓമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് എല്ലാവരും കൊടുക്കും. എങ്ങനെ കൊടുക്കും? 1/4 പ്ലസ് 1/5 പ്ലസ് 1/2 8 കൊടുക്കും. കൊടുത്തതിന് ശേഷം ഇത് ക്രോസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ മക്കൾ. ഇത് ക്രോസ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ആദ്യത്തെ 2 പേര് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഏതൊക്കെയാണ്? 1/4 പ്ലസ് 1/5 ആണെങ്കിൽ എളുപ്പ ക്രോസ് ചെയ്യാൻ. എന്ത് ചെയ്താൽ മതി? നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നമുക്ക് ആൻസർ എത്താൻ പറ്റും. നമുക്ക് കിട്ടും 5 × 4/5 പ്ലസ് 4. എത്ര സിമ്പിളാ. അതേപോലെ ഇവിടെ നടക്കൂല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ LCM കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? LCM. ഈ LCM കാണാൻ ബഹുഭൂരിപക്ഷ ആൾക്കാർ അറിഞ്ഞുകൂടാ. ഇവരിങ്ങനെ തലകുത്തി മറിയും. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഇന്ന് ഒരു സിമ്പിൾ ട്രിക്ക് വെച്ച് പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറയുന്നത് ട്രിക്കാണ്. സോ നിങ്ങൾ ഭയങ്കര ചിന്തിക്കുന്നുണ്ട് എന്താ LCM എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? 4, 5, 8 അല്ലേ? ഇവരിൽ കൂട്ടത്തിൽ വലുത് ആര് എന്ന് നോക്കാം. കൂട്ടത്തിൽ വലുത് ആരാ? 8 ആണ്. ശരിയാണല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 8 ബാക്കി 2 പേരും പോവോ നോക്കണം. പോകുമെന്ന് പറഞ്ഞാൽ ബാക്കി 2 പേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് 8 കിട്ടുമോ നോക്കണം. 4 നമ്മൾ നോക്കുമ്പോൾ യെസ് 4 2 4 8 ആണ്. പക്ഷെ 5ന്റെ ടേബിൾ ആരില്ല? 8 ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ LCM ആരല്ല? 8 അല്ല. പിന്നെ എന്ത് ചെയ്യാമെന്ന് അറിയാവോ? ട്രിക്കാണ്. 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ആൾക്കാർ നോക്കണം. ആരാണ്? അടുത്ത ആളാരാ? 16. 16ൽ 4 പോകും, പക്ഷെ 5 പോകില്ല. അപ്പൊ LCM അല്ല. അടുത്ത ആരാ? 24. 24ല് 5 പോവില്ല, 4 പോവും, 8 പോവും. ഇനി അടുത്ത ആരാ? 32ല് പോവോ? ഇല്ല, 5 പോവില്ല. 40 എടുത്തപ്പം അവിടെ 4 40 പോവും, 5 40 പോവും, 8 40 പോവും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താ LCM? നോക്കൂ, 4ഉം 5ഉം 8ഉം കോമൺ ആയി പോകുന്ന സംഖ്യയാണ് എന്ത്? LCM. അതാരാണ്? ഏറ്റവും ചെറിയ സംഖ്യ ആരാണ്? 40 ആണ് അല്ലേ? സോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരെ ഒരു വര വരയ്ക്കുക, 40 എന്ന് എഴുതുക. ഇതാണ് LCM. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നേരെ 4നോട് എത്ര ഗുണിച്ചാൽ 40 കിട്ടും നോക്കണം. 4 × 10 ആണ് 40. 5 × എത്രയാ? 5 8 40 ആണ്. 8 × 5 ആണ് 40. സോ 1/r സമയം കിട്ടും. അപ്പോൾ 1/r ഈസ് ഈക്വൽ ടു 10 പ്ലസ് 8 പ്ലസ് 5. 18ഉം 5ഉം 23. 23/40 എന്നാണ് കിട്ടുക. ഇതാണ് 1/r. 1/r ഇതാ നോക്കിക്കേ, ശ്രദ്ധിക്കണേ. 1/r ആണ് 23/40. അപ്പോൾ 6 കാണാൻ എന്താ ചെയ്യുക? ഇതാണ് മറ്റൊരു പ്രശ്നം വരിക. നോക്കൂ, 6 കാണാൻ നമ്മൾ 2 സൈഡും റെസിപ്രോക്കൽ എടുത്താൽ മതി. 2 സൈഡ് ഒരേപോലെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? R/1 ഈസ് ഈക്വൽ ടു തിരിച്ചിടുമ്പം 40/23 കിട്ടും. അതായത് R/1 എന്ന് പറഞ്ഞാൽ എന്താണ്? R. അപ്പൊ എന്താ കിട്ടുക? R = 40/23. നേരെ ചെയ്ത് നോക്കാണ്ടി 40/23 നമ്മൾ ചെയ്താൽ നമുക്ക് 1.73 ഓം എന്ന ഉത്തരം കിട്ടും. കിട്ടിയോ?
കിട്ടും. സോ ഇതാണ് നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആരുടെ 4ന്റെയും 5ന്റെയും 8ന്റെയും. ഇനി നമുക്കൊന്നുകൂടി ചെയ്യാം. നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കി ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആരൊക്കെയാണ്? ഇവിടെ നമുക്കുള്ള ആൾക്കാർ 6ഉം 10ഉം 5ഉമാണ്. കണ്ടല്ലോ, ക്വസ്റ്റ്യൻ വായിക്കണ്ടല്ലോ. 6ഉം 5ഉം 10ഉം ആണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്തത്? വേഗം പറ. കൂട്ടത്തിൽ വലിയ ആള്, ആ വലിയ ആൾ ആരാണ്? 10 ആണ്. 10ൽ 6 പോവോ? പോവില്ല. 5 പോവോ? പോകും. പക്ഷെ 6 പോവില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടത്തിൽ വലിയ ആളുടെ അടുത്ത ടേം നോക്കുക. ആരാ? 20. 20ൽ 6 പോവില്ല. 30ൽ 6 പോവോ? ഇല്ല, 6 പോവില്ല അല്ലേ? ഇനി 40ൽ പോവോ 6? പോവില്ല. 50ൽ പോവോ 6? പോകൂല. 60ൽ പോവോ? 60ൽ 6 പോവും, 10ഉം പോവും, 5ഉം പോവും. സോ ആരാ നമ്മൾ LCM? 60 ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതാ ഇക്വേഷൻ ഏതാണ്? 1/r ഈസ് ഈക്വൽ ടു 1/6 പ്ലസ് 1/10 പ്ലസ് 1/5. ആരാ LCM മക്കളെ? 60 ആണ്. സോ 60 അല്ലേ? നേരെ താഴെ 60 ഇടുക. എന്നിട്ട് ചെയ്യുക? നേരെ 6നോട് എത്ര ഗുണിച്ചാൽ 60 കിട്ടും? 10 ആണ് ഉത്തരം. അപ്പൊ 10 പ്ലസ് 10 ഇൻറ്റു അല്ലേ? 10 ഇൻറ്റു എത്രയാണ്? 6 പ്ലസ് 5 ഇൻറ്റു എത്രയാ? 5 50 50 ആണ്. പിന്നെ 12 5 60 വരിക അല്ലേ? സോ 12 വരും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/r എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 6 16 പ്ലസ് 10 26 28 വരിക. അപ്പോൾ 28/60. ക്ലിയർ ആണോ? 1/r ആണ് 28/60. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും LCM എടുക്കണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സോറി, LCM അല്ല, റെസിപ്രോക്കൽ എടുക്കണം. r/1 സമം 60/28. അതായത് r ഈസ് ഈക്വൽ ടു 60/28 ആണ്. നേരെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാവോ? നമുക്ക് 2.14 ആണ് കിട്ടുക. ക്ലിയർ ആണോ? സോ സെറ്റ് അല്ലേ? ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായേ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആൻസർ 2.14 ഓം ആണ് കേട്ടോ. സോ ഇതേപോലുള്ള ചോദ്യങ്ങൾ 1ാം ചാപ്റ്ററിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ കണ്ടന്റുകളും പ്രോബ്ലം ബേസ്ഡോ അല്ലെങ്കിൽ കണ്ടന്റ് ബേസ്ഡോ ആയിരിക്കും. സോ ഏകന്റെ കൂടെ നിങ്ങൾ ചുമ്മാ കയറി നിന്നാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് കിട്ടും കേട്ടോ. സോ നല്ല രീതിയിൽ പ്രോബ്ലം നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുണ്ട്. സോ ഇതേപോലെ സിമ്പിൾ ട്രിക്കുകളൊക്കെ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾ മസ്റ്റായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം കൂടി തരാം. ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ തരാം. 2 ഓം, 6 ഓം, 8 ഓം. ഏതാണ്? 2 ഓം, 6 ഓം, 8 ഓം. ഇവരുടെ ലീസ്റ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമൻറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ലീസ്റ്റ് കാണണ്ട, നിങ്ങൾ ഇതിൻ്റെ LCM കണ്ടുപിടിച്ചാൽ മതി. LCM, ഇവരുടെ LCM എത്രയാണെന്ന് കണ്ടുപിടിക്കുക. കമൻറ്റ് ബോക്സിൽ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഞാൻ നേരെ വന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ മിടുക്കനാണ് ഇയാളെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ കൂടും. ക്ലിയർ ആണല്ലോ? സോ താങ്ക് യു വൺ ആൻഡ് ഓൾ. നന്നായിട്ട് പഠിക്കാം, സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം.